ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ സച്ചിക്ക് ഒരു കോള് വരുവാണ്. അത് വേറൊന്നുമല്ല, 3 ദിവസത്തേക്ക് നാട് മൊത്തം ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് ഒരു ഫോറിൻ കപ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ സച്ചിക്കാണ് ആ പാക്കേജ് കൊടുത്തിരിക്കുന്നത്. സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ഒരുപാട് കമ്മീഷൻ കിട്ടുന്ന ഒരുപാട് കാശൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെ ഫോറിൻ കപ്പിൾസിനെ നാട് മൊത്തം ചുറ്റിക്കാണിച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചിക്ക് സന്തോഷമാവുകയാണ്. ആ സന്തോഷം രേവതിയോടും പങ്കുവെക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും മീരയാണ്. ശ്രുതി നടന്ന സംഭവങ്ങളൊക്കെ മീരയോട് പറയുവാണ്. അമ്പലത്തിലെ CCTVയിൽ അവരുടെ ഫുട്ടേജ് പതിഞ്ഞിട്ടുണ്ടെന്നും രേവതിയും സച്ചിയുമാണ് അത് കണ്ടുപിടിച്ചത്. ഇനി ബാക്കി കാര്യങ്ങൾ താനാണ് നോക്കാൻ പോകുന്നതും വിശ്വനാഥിനെ തങ്ങൾ തന്നെ കണ്ടുപിടിക്കും എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, സച്ചി ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ സച്ചിക്ക് എളുപ്പം അയാളെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹേ അത് വേണ്ട, അത് ശരിയാവില്ല. സച്ചി എങ്ങാനും അയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, സച്ചിക്ക് കൊടുക്കാനുള്ള കാശും വേണമെങ്കിൽ സച്ചി അതിൽ നിന്നും എടുക്കും. അതുകൊണ്ട് സച്ചി വേണ്ട, ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആൻറ്റിയുടെ മുമ്പിൽ ഞങ്ങൾക്കൊരു വിലയൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ശ്രുതി തന്നെ ഇത് ചെയ്യാമെന്ന് ഏറ്റെടുത്തതെന്നൊക്കെ മീരയോട് പറയുവാണ്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് നേരെ അമ്പലത്തിൽ പോയിട്ട് CCTV ഫുട്ടേജ് എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ശരിയാവില്ല. ഞാൻ CCTV ഫുട്ടേജ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ രേവതി അതറിയും. കാരണം രേവതിയുടെ അമ്മ പൂക്കട നടത്തുന്ന ആ അമ്പലത്തിലാണ് ഞങ്ങൾ അഡ്വാൻസ് കൈമാറിയത്. അതുകൊണ്ട് തന്നെ രേവതി വിവരം അറിഞ്ഞാൽ അവരോർക്കത്തില്ലേ അവർ കൊടുത്ത ഐഡിയയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ CCTV ഫുട്ടേജ് എടുക്കാൻ പോവില്ലെന്ന് ശ്രുതി പറയുവാണ്. അപ്പോൾ മീര ചോദിക്കും, നീ പോയില്ലെങ്കിൽ വേറെ ആര് പോയി എടുക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിന് ഞാനൊരാളെ ഏർപ്പാടാക്കാൻ പോവാ. അപ്പോൾ മീര ചോദിക്കും, അതാരാന്ന് ചോദിക്കുമ്പോഴേക്കും ആന്റണി അമ്പലത്തിൽ പോയി ആ CCTV ഫുട്ടേജ് നമുക്ക് വേണ്ടി എടുത്തുകൊണ്ട് വരും എന്നൊക്കെ ശ്രുതി പറയുവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചി രേവതിയും കൂടി ശരത്തിനെ കാണാൻ വേണ്ടി പോവാണ്. ശരത്തിനോട് പറയുന്നുണ്ട്, ആന്റണിയാണ് ആ വീഡിയോ റിലീസ് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാണ് ശരത്തെ. പക്ഷെ എൻ്റെ ഫോണിൽ മാത്രം ഉണ്ടായിരുന്ന ആ വീഡിയോ, എൻ്റെ ഫോണ് അതെങ്ങനെ ആന്റണിയുടെ കൈ കിട്ടി, അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് സച്ചി പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അതാണ് എനിക്ക് സംശയം, സച്ചിയുടെ ഫോൺ എങ്ങനെ ആന്റണിയുടെ കയ്യിലെത്തി എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോഴും ആന്റണിയുടെ ആളുകളായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, 2-3 പേരായിട്ട് ഞാൻ ഇപ്പോഴും സംസാരിക്കാറുണ്ടെന്ന് പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുവാണ്. നിന്നോട് ഞാൻ അവരായിട്ടൊന്നും കോണ്ടാക്ട് വെക്കരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അവരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അങ്ങനെയല്ല രേവതി ചേച്ചി, ആന്റണി ചേട്ടനെ അറിയാം, എന്നെ അറിയാം, അങ്ങനെ ചില 2-3 പേരുണ്ട്, അവരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ അവരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച ആന്റണി തന്നെയാണോ ഈ വീഡിയോ റിലീസ് ചെയ്തതെന്നൊക്കെ ഒന്ന് മയത്തിലൊക്കെ സംസാരിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി സമ്മതിക്കുന്നില്ല. അതൊന്നും വേണ്ട, ഇവൻ വീണ്ടും അവരായിട്ട് ഇടപഴകാൻ തുടങ്ങിയാൽ വീണ്ടും അവരുടെ കൂട്ടത്തിൽ അവരുടെ ഗ്യാങ്ങിൽ തന്നെ പോയി ചേരും എന്ന് പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ പോവില്ല രേവതി ചേച്ചി, ഞാൻ ഒരുപാട് മാറി, ഇനി ഞാൻ ആ പഴയ കൂട്ടുകെട്ടിലോട്ടൊന്നും പോവില്ല എന്ന് പറയുമ്പോൾ സച്ചിയും പറയുന്നുണ്ട്, രേവതി ഇനി ശരത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല, അത് എനിക്കും ഉറപ്പാണ്. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ ഇതേ ഉള്ളൂ മാർഗം. ശരത്തെ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം എന്ന് സച്ചി പറയുമ്പോഴേക്കും ശരത്ത് അത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ കണ്ടുപിടിക്കും ആ വീഡിയോ റിലീസാക്കിയത് ആന്റണി ചേട്ടൻ തന്നെയാണോ, ആന്റണി ചേട്ടനാണെങ്കിൽ ആ സച്ചിയുടെ ഫോൺ എങ്ങനെ ആന്റണിയുടെ കയ്യിൽ കിട്ടി, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശരത്ത് പോവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി മീരയും കൂടി ആന്റണിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സ്ഥലം പ്ലാൻ ചെയ്തിരിക്കുവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ആന്റണിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ മേടിക്കുന്ന കാര്യം ശ്രുതിയൊക്കെ അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഓഫീസിൽ വെച്ച് ആന്റണിയെ മീറ്റ് ചെയ്യുന്നത് ഇനി ശരിയല്ല, ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുമെന്ന് ശ്രുതിക്ക് നല്ല ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതിയും മീരയും ആന്റണിയെ വിളിച്ച് വേറൊരു സ്ഥലത്ത് വന്നിട്ട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആന്റണിയൊക്കെ വരുന്നുണ്ട് ഇവരെ കാണാൻ വേണ്ടി. എന്തിനാ എന്നെ കാണണമെന്ന് ആന്റണി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ആന്റണിയുടെ ഒരു ഹെൽപ്പ് വേണം. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ആ വീഡിയോ ലീക്ക് ചെയ്തതിന് പിന്നിൽ ആന്റണി ആണോ എന്ന് സച്ചിക്കൊക്കെ സംശയമുണ്ട്. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടി സച്ചി എന്തായാലും പല മാർഗ്ഗങ്ങളും നോക്കും. അപ്പോൾ നിങ്ങൾ അതിൽ പോയി പെടാണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ ആന്റണിക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ ആന്റണി പറയുന്നുണ്ട്, എന്നെ എന്ന് അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഞാനാണിതിന് പിന്നിലെന്ന് സച്ചി ഒരിക്കലും കണ്ടുപിടിക്കില്ല, അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എന്താ ഇപ്പോൾ എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി കാര്യം പറയുവാണ്. 30 ലക്ഷം രൂപ വീട് മേടിക്കാനെന്ന പേരിൽ വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ തങ്ങളെ പറ്റിച്ചുവെന്നും അയാൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം എന്നൊക്കെ ശ്രുതി അപേക്ഷിക്കുവാണ് ആന്റണിനോട്. അപ്പോൾ ആന്റണി ചോദിക്കുന്നുണ്ട്, അയാളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതിയുടെ അമ്മ പൂക്കട വെച്ചിരിക്കുന്ന അമ്പലത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്വാൻസ് ആയ 5 ലക്ഷം രൂപ കൊടുത്തത്. അപ്പോൾ അയാൾ എന്തായാലും ആ CCTV പതിഞ്ഞിട്ടുണ്ടാകും, അതിൻ്റെ ഫുട്ടേജ് എനിക്ക് ആന്റണി ഒന്ന് എടുത്തു തരണം, അതിൽ നിന്ന് നമുക്ക് അയാളെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ആന്റണി പറയും, അത്ര ഉള്ള കാര്യം, ആ ഫുട്ടേജൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരാം, പക്ഷേ ഇതുകൊണ്ട്
എനിക്കെന്താ ലാഭം, എനിക്ക് എൻ്റെ കമ്മീഷൻ വേണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, ആൻ്റണി പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരാം, എത്ര രൂപ വേണം എന്ന് പറയാമെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എനിക്ക് ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും 4% കമ്മീഷൻ മേടിക്കുന്നത്. ശ്രുതി എനിക്കറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ 2% മതി. അപ്പോൾ 30 ലക്ഷത്തിന് 60,000 രൂപ വേണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി സമ്മതിക്കുവാണ്. ആൻ്റണി ചോദിക്കുന്ന തുക ഞാൻ തരാം, പക്ഷെ എത്രയും പെട്ടെന്ന് ആ ഫൂട്ടേജ് എനിക്ക് എടുത്തു തരണം എന്ന് പറഞ്ഞിട്ട് ആൻ്റണിയെ വിടുവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചി ആ ഫോറിൻ കപ്പിൾസ് ഉണ്ടല്ലോ, നാട് ചുറ്റിക്കാണാൻ വന്ന അവരെയും കൊണ്ട് കാറിൽ ഇങ്ങനെ കറങ്ങുവാണ്. ഒരു പ്രായമായിട്ടുള്ള കപ്പിൾസാണ് കേട്ടോ ഇവർ. അത്യാവശ്യം മിഡിൽ ഏജ് ഒക്കെ ഉള്ള ഒരാൾക്കാരാണ്. അപ്പോൾ സച്ചി അവരിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് അവർ മലേഷ്യയിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, ഓ മലേഷ്യയിൽ നിന്നാണോ? അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ ചെറുപ്പത്തിൽ അങ്ങോട്ടേക്ക് പോയതാ, ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, നമ്മുടെ നാട് മൊത്തത്തിൽ മാറിയല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ അതെ നാട് മൊത്തത്തിൽ മാറിയിരിക്കുക സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിള്ളേരൊക്കെ എല്ലാവരും സെറ്റിലായി, അപ്പോൾ ഞാനും വൈഫും കൂടി ഈ ഇന്ത്യ മൊത്തം കറങ്ങാലോ എന്ന് ഓർത്ത് ഇറങ്ങിയതാ. ഇപ്പോൾ നോർത്ത് ഇന്ത്യ മൊത്തം ഞങ്ങൾ കറങ്ങിക്കഴിഞ്ഞു, ഇനി ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണണം എന്നൊക്കെ സച്ചിയോട് പറയുവാണ്. അങ്ങനെ തൻ്റെ വിശേഷങ്ങളൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെക്കുന്നുണ്ട്. സച്ചിയായിട്ട് ഇവർ ഭയങ്കര കമ്പനിയാവുകയാണ്. സച്ചി മലേഷ്യയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നൊക്കെയുണ്ട്. അപ്പോൾ ഈ ഭാര്യ ചോദിക്കുന്നുണ്ട്, അതായത് ഈ ഫോറിൻ കൺട്രീസിൽ നിന്ന് വന്ന മലേഷ്യയിൽ നിന്ന് വന്ന ആളുടെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഇവിടെ അടുത്ത് അമ്പലം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ വൈഫിൻ്റെ അമ്മ ഒരു പൂക്കട നടത്തുന്നത് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഈ വൈഫ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാം, എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ 60ാമത്തെ പിറന്നാളാണെന്ന് പറയുമ്പോഴേക്കും സച്ചിക്കും ഭയങ്കര സന്തോഷമാവാണ്. ആണോ 60ാമത്തെ പിറന്നാളാണോ, എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് അമ്പലത്തിൽ പോയി പൂജകളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അതിനെന്താ സ്പെഷ്യൽ ഒരു പൂജ തന്നെ നമുക്ക് ചെയ്ത് കളയാം, ഞാനിപ്പോൾ തന്നെ എൻ്റെ വൈഫിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിക്കുവാണ്. രേവതി ഈ ടൈമിൽ അമ്മയുടെ പൂക്കടയിലുണ്ടാവും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി ഞാൻ പറഞ്ഞായിരുന്നില്ലേ 2 ഫോറിൻ കപ്പിൾസ് വരുന്നുണ്ടെന്ന്, അപ്പോൾ അവർ മലേഷ്യയിൽ നിന്നാണ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ 60ാമത്തെ പിറന്നാളാണെന്ന് അമ്പലത്തിൽ പറഞ്ഞ ഒരു സ്പെഷ്യൽ പൂജക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് വെക്കണം എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാനിപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി വെക്കാം, സച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുവാണ്. സച്ചി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആൻ്റണിയുടെ കൂട്ടുകാരനും കൂടി ഈ അമ്പലത്തിലോട്ട് വരുവാണ് ആ CCTV ഫുട്ടേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൈമിൽ ശരത്തും ഉണ്ടാവുകയും അവിടെ. അപ്പോൾ ആൻ്റണിയെ കാണുമ്പോൾ തന്നെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ഇവനെന്താ ഇവിടെ അമ്പലത്തിലൊക്കെ, ഇനി ശരത്തിനെ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി അവിടെ ഇറങ്ങിയിട്ട് ഈ അമ്പലത്തിൻ്റെ ഇൻചാർജ് ആരാണെന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്. എന്നിട്ട് നേരെ അമ്പലത്തിലോട്ട് പോവാണ് ശരത്തിനെ സൂക്ഷിച്ച് നോക്കിയിട്ട്. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ഇവനെന്താ അമ്പലത്തിൻ്റെ അകത്തോട്ടൊക്കെ പോകുന്നത്, രേവതി ചേച്ചി എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അവൾ അകത്തുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ശരത്ത് പറയും, അമ്മേ ഞാനൊന്ന് നോക്കിയിട്ട് പറ്റി, ഇനി ആൻ്റണി രേവതി ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്ന് അറിയില്ലല്ലോ, ഞാനൊന്ന് അമ്പലത്തിൽ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശരത്തും അകത്തോട്ട് കയറുവാണ്. അങ്ങനെ ആൻ്റണി ആ അമ്പലത്തിൻ്റെ ഇൻചാർജുകാരോട് സംസാരിക്കുവാണ്. കഴിഞ്ഞ മാസം 24-ാം തീയതി എനിക്കറിയാവുന്ന ഒരാൾ ഈ അമ്പലത്തിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നു, ഒരു കേസിൻ്റെ വിഷയമായിട്ട് എനിക്ക് ആ ഫൂട്ടേജ് ഒന്ന് വേണം സർ, എനിക്കതൊന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഈ അമ്പലത്തിലെ ആൾ ഈ ആൻ്റണി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണേ. അങ്ങനെ ആരെങ്കിലും ഒരാൾ വന്ന് ചോദിക്കുമ്പോഴേക്കും ഈ CCTV ഫുട്ടേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ലെന്നും, ഒന്നെങ്കിൽ പോലീസ് വരണം അല്ലെങ്കിൽ കോർട്ടിൽ നിന്നും പെർമിഷൻ വേണം എന്നൊക്കെ അമ്പലത്തിലെ ആൾ പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എന്നെ നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പൂക്കട നടത്തുന്നില്ലേ രേവതിയുടെ അമ്മ, അനിയൻ ശരത്ത്, അവരെയൊക്കെ എനിക്ക് നല്ലോണം അറിയാം, ഞാനും അവരുമായിട്ടൊക്കെ നല്ല ബന്ധുവാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഇയാൾ ചിരിക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, രേവതിയും എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ദിവസത്തെ CCTV ഫുട്ടേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല, റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണ്ടേ. അപ്പോൾ ആൻ്റണി വിട്ടുകൊടുക്കുന്നില്ലേ, സാർ പ്ലീസ് സാർ എനിക്ക് ആ ഫുട്ടേജ് വേണം എന്ന് പറയുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല, ഒന്നെങ്കിൽ പോലീസായിട്ട് വരണം അല്ലെങ്കിൽ കോർട്ടിലെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇത് തരുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുവാണ്. അപ്പോൾ ആൻ്റണി ശരിയെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്നും ഇറങ്ങി പോവാണ്. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതിയോട് ഈ അമ്പലത്തിലെ മാനേജർ പറയുന്നുണ്ട്, രേവതി നീ ചോദിച്ചതുപോലെ തന്നെ അന്നേ ദിവസത്തെ CCTV ഫുട്ടേജ് ചോദിച്ച് ഒരാളിപ്പോൾ വന്നായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അതാരാന്നറിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, ആൻ്റണി എന്നാ പേര് പറഞ്ഞെന്ന് പറയുവാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ആൻ്റണിയോ, അവനും ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തൊന്നുമില്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും രേവതി ആലോചിക്കുന്നുണ്ട്, ആൻ്റണി എന്തിനായിരിക്കും ഈ CCTV ഫുട്ടേജ് അന്വേഷിച്ച് അമ്പലത്തിലോട്ട് വന്നത്, ശ്രുതി പറഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുവാണ് രേവതി.
അപ്പോൾ ശരത്ത് രേവതിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ആൻ്റണി അകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി അവൻ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നെ കണ്ടൊന്നുമില്ല, പക്ഷെ അവൻ എന്തിനാ വന്നതെന്ന് ഞാൻ അറിഞ്ഞു, ആ CCTV ഫുട്ടേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനും വന്നതെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ദേവു ചോദിക്കുന്നുണ്ട്, പണം പൈസ ഒക്കെ മേടിക്കുന്നതൊക്കെ ശരി, പക്ഷേ ഈ ആൻ്റണി എന്തിനാ ശ്രുതി ചേച്ചിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതാ എനിക്കും മനസ്സിലാകാതെ, ശ്രുതി പറഞ്ഞിട്ട് തന്നെ ആയിരിക്കുള്ളൂ എന്തായാലും ആൻ്റണി ഇവിടെ വന്നതെന്ന് പറയുമ്പോഴേക്കും സച്ച് മലേഷ്യൻ കപ്പിൾസുമായിട്ട് ഈ അമ്പലത്തിലോട്ട് എത്തുവാണ്. സച്ചിൻ രേവതിയും അവർക്ക് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ അമ്പലത്തിലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ മനസ്സൊക്കെ നിറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി ഇന്ന് 60ാമത്തെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ചെറിയ സദ്യയൊക്കെ ഒരുക്കി അവർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ടാ, പക്ഷേ അമ്മ എന്തെങ്കിലും പറയുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ വിളിച്ച് ഈ വിവരം പറയാം, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒന്നും മിണ്ടത്തില്ലല്ലോ. അപ്പോൾ രേവതി പറയും, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം, പിന്നെ ഇവർ മലേഷ്യയിൽ നിന്നും വന്നതാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നമുക്ക് ശ്രുതിയുടെ അച്ഛനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം അറിയാവോ എന്ന് ഇവരോട് ചോദിച്ചു നോക്കുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ സച്ചി വിചാരിക്കുവാണേ, ശരിയാണല്ലോ, പാലറേട്ടത്തിയുടെ അച്ഛനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം, ഇവർ ചെറുപ്പം തൊട്ടേ അവിടെ താമസിക്കുന്നവരാ, എനിക്ക് ഈ ഐഡിയ എന്താ നേരത്തെ തോന്നാതിരുന്നത്, നിൻ്റെ ഐഡിയ കൊള്ളാലോ രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.